വെൽക്കം ബാക്ക് ടു മാത്തമാറ്റിക്സ് ക്ലാസ്. മാത്തമാറ്റിക്സിൻ്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക്ക് സൈക്കോളജിക്കൽ ഫൗണ്ടേഷൻസ് ഓഫ് മാത്തമാറ്റിക്സ് എഡ്യൂക്കേഷനാണ്. എന്ന് വെച്ചാൽ മാത്തമാറ്റിക്സ് എഡ്യൂക്കേഷനിലെ ചില സൈക്കോളജിക്കൽ ഫൗണ്ടേഷൻ, ഒന്നുകൂടെ പറഞ്ഞാൽ നമ്മളെ സൈക്കോളജിക്കൽ തിയറീസാണ് നമ്മളിന്ന് പറയാൻ വേണ്ടിയിട്ട് പോകുന്നത്. അപ്പോൾ ഞാൻ ടോപ്പിക്കിലോട്ട് കടക്കുന്നതിന് മുൻപായിട്ട് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട രണ്ട് കാര്യങ്ങളുണ്ട്. നമുക്ക് ഓൾറെഡി അറിയുന്ന കാര്യം തന്നെയാണ്. അപ്പോൾ ആദ്യം അത് മെമ്മറൈസ് ചെയ്തുകൊണ്ട് നമുക്ക് ടോപ്പിക്കിലോട്ട് എൻ്റർ ചെയ്യാം. ഒന്നാമത്തത്, നമുക്കറിയാം രണ്ട് രീതിയിലുള്ള ടീച്ചിങ്സ് ഉണ്ട് അല്ലേ? ഏതൊക്കെയായിരുന്നു? ഒന്ന് കൺസ്ട്രക്റ്റീവ്സ്റ്റ് അപ്രോച്ചും ഉണ്ട്, ബിഹേവിയറിസ്റ്റ് അപ്രോച്ചും ഉണ്ട് അല്ലേ? ഏതൊക്കെയാണ്? കൺസ്ട്രക്റ്റീവ്സ്റ്റ് അപ്രോച്ചും ഉണ്ട്, ബിഹേവിയറിസ്റ്റ് അപ്രോച്ചും ഉണ്ട്. അപ്പോൾ കൺസ്ട്രക്റ്റീവിസം എന്ന് പറഞ്ഞാൽ കുട്ടി സ്വയം നോളജ് കൺസ്ട്രക്ട് ചെയ്യുന്നതിന് പറയുന്ന പേരാണെന്ത്? കൺസ്ട്രക്റ്റീവ്സ് അപ്രോച്ച്. എന്ന് വെച്ചാൽ ടീച്ചർക്ക് വലിയ റോളൊന്നുമില്ല. ഓക്കെ. രണ്ടാമത്തെ അപ്രോച്ചാണ് ബിഹേവിയറിസ്റ്റിക് അപ്രോച്ച്. എന്ന് വെച്ചാൽ അവിടെ ടീച്ചർക്കാണ് പ്രാധാന്യം കൂടുതൽ. നമ്മൾ നോർമൽ ക്ലാസ് റൂമൊക്കെ ഉണ്ടല്ലോ അല്ലെ? ടീച്ചർ അങ്ങനെ പഠിപ്പിക്കുന്നു, ടീച്ചർ ക്വസ്റ്റ്യൻ എഴുതുന്നു, ടീച്ചർ സോൾവ് ചെയ്യുന്നു അല്ലെ? ടീച്ചർ ആൻസർ പറയുന്നു. അപ്പോൾ കുട്ടി വെറും ലിസണർ മാത്രമാണ്. അപ്പോൾ കുട്ടി കൺസ്ട്രക്റ്റ് ചെയ്യുന്നതിന് പറയുന്ന പേരാണെന്ത്? കൺസ്ട്രക്റ്റീവ്സ് അപ്രോച്ച്. രണ്ടാമത്തെ അപ്രോച്ച് ഏതായിരുന്നു? ബിഹേവിയറിസ്റ്റിക് അപ്രോച്ചാണ്. ബിഹേവിയറിസ്റ്റിക് അപ്രോച്ച് എന്ന് പറഞ്ഞാൽ അവിടെ ആർക്കാ പ്രാധാന്യം കൂടുതൽ? ടീച്ചർ സെൻറ്റേഡ് ആണ്. അപ്പോൾ കൺസ്ട്രക്റ്റീവ്സിൽ സ്റ്റുഡൻറ് സെൻറ്റേഡ് ആണ്, രണ്ടാമത്തെ എന്താണ്? ടീച്ചർ സെൻറ്റേഡ് ആണ്. അപ്പോൾ ഈ രണ്ട് കാര്യങ്ങൾ ക്ലിയർ ആണല്ലോ. അപ്പോൾ കൺസ്ട്രക്റ്റീവ്സും ഉണ്ട്, അതേപോലെ ബിഹേവിയറിസും ഉണ്ട്. ഇനി ഇതുപോലെ അറിഞ്ഞിരിക്കേണ്ട വേറെ രണ്ട് കാര്യങ്ങളൂടെ ഉണ്ട്. അതും കൂടെ പരിചയപ്പെടുത്തിയിട്ട് നമുക്ക് ടോപ്പിക്ക് തുടങ്ങാം. നിങ്ങൾ കേട്ടിട്ടുണ്ടാവും അല്ലേ? കോൺക്രീറ്റ് തിങ്കിങ്ങും ഉണ്ട്, അബ്സ്ട്രാക്റ്റ് തിങ്കിങ്ങും ഉണ്ട്. ഏതൊക്കെയാണ്? കോൺക്രീറ്റ് തിങ്കിങ്ങും ഉണ്ട്, അബ്സ്ട്രാക്റ്റ് തിങ്കിങ്ങും ഉണ്ട്. ഈ കോൺക്രീറ്റിൻ്റെ മലയാളം മൂർത്താശയം എന്നാണ്. മൂർത്താശയം. അബ്സ്ട്രാക്റ്റ് എന്ന് പറഞ്ഞാൽ അമൂർത്താശയം എന്നാണ്. അപ്പോൾ ഈ രണ്ട് തിങ്കിങ് എന്താണെന്നൊന്ന് പരിചയപ്പെടുത്തുക. കാരണം വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ടോപ്പിക്കിൽ ഉടനീളം വരുന്ന കാര്യങ്ങളാണ്. അപ്പോൾ ഒന്ന് കോൺക്രീറ്റ് തിങ്കിങ് ആണ്, സെക്കൻഡ് വൺ അബ്സ്ട്രാക്റ്റ് തിങ്കിങ് ആണ്. കോൺക്രീറ്റ് തിങ്കിങ് എന്ന് പറഞ്ഞാൽ സിമ്പിളായിട്ട് ഇത്രയേ ഉള്ളൂ. നമ്മൾ കുട്ടിയെ 1 മുതൽ 10 വരെയുള്ള സംഖ്യകൾ പഠിപ്പിക്കുകയാണ്. 1 2 3 അപ് ടു 10 വരെ പഠിപ്പിക്കുകയാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത് 1 എന്ന് കാണിക്കാൻ ഒരു മഞ്ചാടി, 2 എന്ന് കാണിക്കാൻ 2 മഞ്ചാടികൾ, 3 എന്ന് കാണിക്കാൻ 3 മഞ്ചാടികൾ. അപ്പോൾ കുട്ടി അത് ശരിക്ക് എക്സ്പീരിയൻസ് ചെയ്ത് അനുഭവിച്ച് പഠിക്കുകയാണ്. അതാണ് ശരിക്കെന്ത്? കോൺക്രീറ്റ് തിങ്കിങ് അല്ലെങ്കിൽ മൂർത്ത ആശയം എന്ന് പറയുന്നത്. സിമിലർലി മറ്റൊരാളാണ് ആര്? അബ്സ്ട്രാക്റ്റ് തിങ്കിങ്. ഞാൻ അതൊന്ന് പരിചയപ്പെടുത്താം ആദ്യം. അബ്സ്ട്രാക്റ്റ് തിങ്കിങ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഉദാഹരണത്തിന് 2-6 8 എക്സെട്ര, 2-6, 8 എക്സെട്ര എന്ന് പറഞ്ഞാൽ 2 കഴിഞ്ഞാൽ ആരാ ഉണ്ടാവുക? 4 ആണ് അല്ലേ? അത് ശരിക്കും കുട്ടി എക്സ്പീരിയൻസ് ചെയ്ത് പഠിക്കല്ല. കുട്ടി അത് എന്ത് ചെയ്യാണ്? ഇമാജിൻ ചെയ്യാണ്, മെൻ്റലി ലോജിക്കലി കാൽക്കുലേറ്റ് ചെയ്യാണ്. അപ്പോൾ ഈ ലോജിക്കലി നമ്മൾ ആലോചിച്ചിട്ടൊക്കെ പറയുന്ന സാധനത്തിന് പറയുന്ന പേരാണെന്ത്? അബ്സ്ട്രാക്റ്റ് തിങ്കിങ് എന്ന് പറയുന്നത്. അപ്പോൾ രണ്ട് തിങ്കിങ് ഉണ്ട്. ഒന്ന് കോൺക്രീറ്റ് ആണ്. കോൺക്രീറ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞു എന്താണ്? മഞ്ചാടി വെച്ച് പഠിക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ കുട്ടി എന്ത് ചെയ്യുന്നു? എക്സ്പീരിയൻസ് ചെയ്തിട്ട് അനുഭവിച്ച് പഠിക്കുകയാണ്. കുട്ടിയുടെ മുൻപിൽ ആ കൺസെപ്റ്റ് ഉണ്ട്, അത് കുട്ടി കണ്ടറിഞ്ഞ് പഠിക്കുകയാണ്. അതാണെന്ത്? കോൺക്രീറ്റ് തിങ്കിങ്, മൂർത്താശയം. പിന്നെ നമ്മൾ പറഞ്ഞു, ഇപ്പോൾ നമ്മൾ നോർമലി ഇപ്പോൾ നമ്മൾ എഴുതി കാൽക്കുലേറ്റ് ചെയ്യുന്ന കാൽക്കുലേഷൻസ് ഒക്കെ എന്താണ് അറിയോ? അബ്സ്ട്രാക്റ്റ് തിങ്ക്. കുട്ടി അവിടെ അനുഭവിക്കണില്ല, കണ്ടല്ല കുട്ടി പഠിക്കണത്, കുട്ടി അത് ലോജിക്കലി ചെയ്യുകയാണ്. അതാണെന്ത്? അബ്സ്ട്രാക്റ്റ് തിങ്കിങ്, അമൂർത്താശയം എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നമുക്ക് കാര്യത്തിലോട്ട് കിടക്കാം. അപ്പോൾ ഞാൻ ഈ പറഞ്ഞ രണ്ട് കാര്യങ്ങളൊന്ന് ഓർത്ത് വെക്കുക. ഒന്നെന്തായിരുന്നു? കൺസ്ട്രക്റ്റീവ്സും ബിഹേവിയർസും തമ്മിലുള്ള ഡിഫറൻസ് പറഞ്ഞു. സെക്കൻഡ് നമ്മൾ പറഞ്ഞു എന്താണ്? കോൺക്രീറ്റ് തിങ്കിങ് എന്താണ്, അബ്സ്ട്രാക്റ്റ് തിങ്കിങ് എന്താണെന്ന് പറഞ്ഞു. ഓക്കെ, നമ്മൾ ചർച്ച ചെയ്യുന്നത് ശരിക്കും ഇതിനെക്കുറിച്ചല്ല, പക്ഷെ നമ്മൾ പറയാൻ പോകുന്ന കാര്യത്തിൽ എന്ത് ചെയ്യുന്നുണ്ട്? ഈ രണ്ട് കാര്യങ്ങൾ വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് ടോപ്പിക്കിലോട്ട് കിടക്കാം. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് സൈക്കോളജിക്കൽ ഫൗണ്ടേഷൻസ് ഓഫ് മാത്തമാറ്റിക്സ് എഡ്യൂക്കേഷൻ ആണ്. ഞാൻ പറഞ്ഞു സൈക്കോളജിക്കലി വരുന്ന ചില തിയറീസാണ് നമ്മൾ ഇന്ന് ചർച്ച ചെയ്യാൻ പോകുന്നത്. ടീച്ചിങ്ങിൽ വരുന്ന നമുക്ക് ആവശ്യമായ ചില തിയറീസാണ്. അപ്പം അതിലെ ഒന്നാമത്തെ തിയറിയാണ്, ഏറ്റവും പ്രധാനപ്പെട്ട തിയറിയാണ് ജീൻ പിയാഷെയുടെ തിയറി. ജീൻ പിയാഷെയുടെ തിയറിയാണ്. ഈ ജീൻ പിയാഷെയുടെ തിയറി ഒരു കൺസ്ട്രക്റ്റിവിസ്റ്റ് തിയറിയാണ്. ജീൻ പിയാഷെയുടെ തിയറി എന്താണ്? കൺസ്ട്രക്റ്റിവിസ്റ്റ് തിയറിയാണ്. ഈ ജീൻ പിയാഷെ എന്ന് പറയുന്ന ഒരു സ്വിറ്റ്സർലാൻഡ് സൈക്കോളജിസ്റ്റ് ആണ്. ഇദ്ദേഹത്തിന്
ജെനറ്റിക് എപ്പിസ്റ്റമോളജിസ്റ്റ് എന്ന് വിളിക്കുന്നുണ്ട്. അപ്പോൾ ജെനറ്റിക് എപ്പിസ്റ്റമോളജിസ്റ്റ് എന്നറിയപ്പെടുന്ന ആരാണ്? ജീൻ പിയാഷെയാണ്. ജീൻ പിയാഷെയുടെ തിയറി ഏത് തിയറിയാണ്? ഒരു കൺസ്ട്രക്റ്റീവ്സ് ബേസ്ഡ് തിയറിയാണ്. അപ്പം നമുക്ക് ഇയാളുടെ തിയറി എന്താണെന്ന് നോക്കാം, കൊഗ്നിറ്റീവ് തിയറി എന്താണെന്ന് നോക്കാം. അപ്പോൾ ജീൻ പിയാഷെയുടെ തിയറിക്ക് പറയുന്ന പേരാണെന്ത്? കൊഗ്നിറ്റീവ് തിയറി എന്ന് പറയുന്നത്. കൊഗ്നിറ്റീവ് തിയറി. അപ്പോൾ കൊഗ്നിറ്റീവ് തിയറി ആരുടെ തിയറിയാണ്? ജീൻ പിയാഷെയുടെ തിയറിയാണ്. അപ്പോൾ നമ്മൾ കൊഗ്നിറ്റീവ് തിയറി എന്താണെന്ന് ഡീറ്റെയിൽ ആയിട്ട് നോക്കാൻ വേണ്ടിയിട്ട് പോവാണ്. ഇതിൽ നമ്മൾ ആദ്യം പഠിക്കുന്ന കാര്യമാണ്, കൊഗ്നിറ്റീവ് തിയറിയിൽ ആദ്യം പഠിക്കുന്ന കാര്യമാണ് സ്കീമ എന്ന് പറയുന്നത്. എന്താണ് സ്കീമ? സ്കീമ എന്ന് പറഞ്ഞാൽ എ സ്പെസിഫിക് സ്ട്രക്ചറാണ്. സ്പെസിഫിക് സ്ട്രക്ചറാണ്, അല്ലെങ്കിൽ അതിനെ ഇൻറ്റേർണൽ റെപ്രസെൻറ്റേഷൻ എന്നൊക്കെ പറയാം. ഞാൻ പറഞ്ഞ കാര്യം ക്ലിയർ അല്ല എന്ന് വിചാരിക്കുന്നു. നിങ്ങൾ അങ്ങനെ ഒന്നും ആലോചിക്കണ്ട. ഞാൻ ഇങ്ങോട്ട് പറയാണ് ഇൻഡിപെൻഡൻസ്, അല്ലേ? സ്വാതന്ത്ര്യം എന്ന് പറയുന്ന സമയത്ത്, അല്ലെങ്കിൽ ഇൻഡിപെൻഡൻസ് ഡേ, സ്വാതന്ത്ര്യ ദിനം എന്ന് പറയുന്ന സമയത്ത് നിങ്ങൾക്കിപ്പോൾ ഓർമ്മ വരുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്? ഗാന്ധിജി ഓർമ്മ ഉണ്ടാകും, അല്ലേ? പതാക ഉയർത്തൽ ഓർമ്മ ഉണ്ടാവും, സ്വീറ്റ്സ് കൊടുക്കൽ ഓർമ്മ ഉണ്ടാവും, പായസം കൊടുക്കൽ ഓർമ്മ ഉണ്ടാവും. ഇപ്പോൾ നിങ്ങൾക്ക് ആ പറഞ്ഞ കാര്യത്തിനെ കുറിച്ച് ഓർമ്മയുള്ള കാര്യങ്ങളുണ്ടല്ലോ, ഇതിന് പറയുന്ന പേരാണെന്ത്? സ്കീമ എന്ന് പറയുന്നത്. ഓക്കെ, എന്ന് വെച്ചാൽ നിലവിലെ നമ്മുടെ കൊഗ്നിറ്റീവ് ഫ്രെയിം വർക്കാണ്, അല്ലെങ്കിൽ നിലവിലെ നമ്മുടെ സ്ട്രക്ചറാണ് ശരിക്കും, അല്ലേ? നമ്മുടെ ഒരു ബ്രെയിനിൻ്റെ ഉള്ളിൽ നമുക്ക് ഓർമ്മയുടെ ഒരു സ്ട്രക്ചറിന് പറയുന്ന പേരാണ് സ്കീമ, അല്ലേ? എക്സാമ്പിൾ നിന്ന് ക്ലിയർ ആണ്. ഇൻഡിപെൻഡൻസ് ഡേയെ കുറിച്ച് എന്താണോ നിങ്ങൾക്ക് ഇപ്പോൾ ഓർമ്മയുള്ളത്, അത് നിങ്ങളുടെ സ്കീമയാണ്, അല്ലെ? ഞാൻ വിഷുവിനെ കുറിച്ച് ചോദിക്കുമ്പോൾ നിങ്ങൾക്ക് ഇപ്പോൾ എന്താണോ ഓർമ്മയുള്ളത്, അതാണ് നിങ്ങളുടെ നിലവിലെ സ്കീമ എന്ന് പറയുന്നത്. റെഡി? അപ്പോൾ ഒന്നാമത് നമ്മൾ പറഞ്ഞു സ്കീമയാണ്. അടുത്താണ് അസിമിലേഷൻ എന്ന് പറയുന്നത്. അസിമിലേഷൻ എന്ന് പറഞ്ഞാൽ നിലവിലുള്ള സ്കീമയിലേക്ക് പുതിയ കാര്യങ്ങൾ വരിക, എന്നിട്ട് ആ സ്കീം ഒന്ന് അപ്ഡേറ്റ് ചെയ്യുകയാണ്. ഉദാഹരണത്തിന് നമുക്കറിയാം, ഇപ്പോൾ നമ്മൾ പറഞ്ഞു നിലവിൽ ഇൻഡിപെൻഡൻസ് ഡേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ മൈൻഡിലോട്ട് വരുന്നത് ആരായിരുന്നു? ഗാന്ധിജി വന്നു, അതേപോലെ തന്നെ മിഠായി കൊടുക്കൽ വന്നു, പതാക ഉയർത്തൽ വന്നു, അല്ലേ? അതിൻ്റെ കൂടെ പുതിയൊരു കാര്യം കൂടെ വരികയാണ്. അതിൻ്റെ കൂടെ വേണമെങ്കിൽ അംബേദ്കറെ കുറിച്ചുകൂടെ നമ്മൾ പഠിക്കുകയാണ്. അംബേദ്കറെ കുറിച്ചുകൂടെ എന്ത് ചെയ്യാണ്? നമ്മൾ പഠിച്ചു. അപ്പോൾ എന്തായി? നമ്മൾ നിലവിൽ പഠിച്ചിട്ടുള്ള സംഗതി എന്ത് ചെയ്തു? അപ്ഡേറ്റ് ചെയ്തു, അല്ലേ? നിലവിലുണ്ടായിരുന്ന സ്കീം അപ്ഡേറ്റ് ചെയ്തു. അതാണ് അസിമിലേഷൻ നടക്കുന്നത്. അപ്പോൾ അസിമിലേഷൻ എന്ന് പറഞ്ഞാൽ സ്കീമയുടെ എന്താണ്? അപ്ഡേഷൻ പറയുന്ന പേരാണെന്ത്? അസിമിലേഷൻ എന്ന് പറയുന്നത്. റെഡി? അപ്പോൾ അസിമിലേഷൻ എന്ന് പറഞ്ഞാൽ ന്യൂ തിങ്സ് ടു എക്സിസ്റ്റിംഗ് സ്കീമയാണ്, അല്ലെങ്കിൽ മോഡിഫൈയിങ് സ്കീമയാണ്. ഇനി തേർഡ് വൺ നമ്മൾ പറയുന്നത് അക്കമഡേഷൻ ആണ്. ആരാണ്? അക്കമഡേഷൻ എന്ന് പറഞ്ഞാൽ മോഡിഫിക്കേഷൻ ഓഫ് ദി ഇൻഡിവിജ്വൽസ് ഇൻറ്റേർണൽ കൊഗ്നിറ്റീവ് സ്ട്രക്ചർ അറൈവ് അറ്റ് ന്യൂ സ്കീമയാണ്. എന്ന് വെച്ചാൽ നിലവിലുള്ള സ്കീമയെ നമ്മൾ ടോട്ടലി എന്ത് ചെയ്യാണ്? മോഡിഫൈ ചെയ്തിട്ട് അതൊരു പുതിയ സ്കീമായിട്ട് എന്ത് ചെയ്യാണ്? മാറുകയാണ്. റെഡി? ഇപ്പോൾ ഞാനതിന് നല്ലൊരു എക്സാമ്പിൾ പറയാം. ഇപ്പോൾ ഇൻഡിപെൻഡൻസ് ഡേയും ഉണ്ട്, റിപ്പബ്ലിക് ഡേയും ഉണ്ട്, അല്ലേ? ഇൻഡിപെൻഡൻസ് ഡേയിലും നമ്മൾ പതാക ഉയർത്തും, റിപ്പബ്ലിക് ഡേയിലും നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? പതാക ഉയർത്തുന്നുണ്ട്. രണ്ടിലും നമുക്ക് മിഠായി കിട്ടുന്നു, രണ്ടിലും പായസം കിട്ടുന്നു. കുറേ ആളുകൾക്കൊന്നും ഇത് തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് അറിയില്ല, അല്ലേ? അപ്പോൾ ഇൻഡിപെൻഡൻസ് ഡേ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം സ്വാതന്ത്ര്യം കിട്ടിയതാണ്. റിപ്പബ്ലിക് എന്ന് പറയുന്നത് എന്താണ്? നമുക്ക് ഭരണഘടന നിലവിൽ വന്നതാണ്, അല്ലേ? ഭരണഘടന നമുക്ക് സ്വന്തമായിട്ട് കിട്ടിയതാണ്. അപ്പം അത് തമ്മിലുള്ള വ്യത്യാസം നമ്മൾ മനസ്സിലാക്കുകയാണ്. പക്ഷേ നമ്മൾ ആദ്യം മനസ്സിലാക്കിയ സംഗതി, ആദ്യം നമ്മളെ മൈൻഡിലുണ്ടായിരുന്നത് ഈ ഇൻഡിപെൻഡൻസ് എന്ന് പറയുന്നതും റിപ്പബ്ലിക് എന്ന് പറഞ്ഞാലൊക്കെ എന്ത് തന്നെയാണ്? ഒന്ന് തന്നെയാണ്. എല്ലാത്തിലും പതാക ഉയർത്തുന്നുണ്ട്, പായസം കൊടുക്കുന്നുണ്ട്. അവ രണ്ടും ഒന്നാന്നായിരുന്നു നിലവിലെ സ്കീം ഉണ്ടായിരുന്നത്. പക്ഷെ ഇപ്പം നമ്മൾ മനസ്സിലാക്കി എന്ത്? അതല്ല. ഇൻഡിപെൻഡൻസ് പറഞ്ഞാൽ സ്വാതന്ത്ര്യം കിട്ടിയതാണ്. റിപ്പബ്ലിക് എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മുടെ ഭരണഘടന നിലവിൽ വന്നാൽ നമ്മൾ മനസ്സിലാക്കുകയാണ്. അപ്പോൾ നമ്മൾ തെറ്റിദ്ധാരണ മാറി നിലവിലെ സ്കീമ മാറ്റിയിട്ട് എന്ത് ചെയ്യുകയാണ്? പുതിയൊരു അറിവ്, അല്ലേ? പുതിയൊരു സ്കീമ നമ്മൾ ഡെവലപ്പ് ചെയ്യുകയാണ്. റെഡിയാണല്ലോ? അപ്പോൾ ഇതാണ് ഇതിൻ്റെ തേർഡ് വൺ എന്ന് പറയുന്നത്. ദെൻ ഫോർത്ത് വൺ ആണ് ഇക്വിലിബ്രേഷൻ എന്ന് പറയുന്നത്. ഇക്വിലിബ്രേഷൻ എന്ന് പറഞ്ഞാൽ ബാലൻസിങ് ബിറ്റ്വീൻ അസിമിലേഷൻ ആൻഡ് അക്കമഡേഷൻ മെയിൻറ്റൈൻഡ് സ്റ്റെബിലിറ്റി എന്നാണ്. എന്ന് വെച്ചാൽ തൊട്ട് മുമ്പിലോട്ടൊന്ന് പോവുക. നമ്മൾ അസിമിലേഷൻ എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? നമ്മൾ നിലവിലുള്ള സ്കീമയുടെ മോഡിഫിക്കേഷനാണ്. അക്കമഡേഷൻ എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? ആ പഴയ സ്കീമ മാറിയിട്ട് പുതിയൊരു സ്കീമ വരികയാണ്. അപ്പോൾ നിലവിലുള്ള സ്കീമ മാറിയിട്ട് പുതിയൊരു സ്കീമ വരുമ്പോൾ സ്വാഭാവികമായിട്ടും നമുക്കതൊന്ന് ബാലൻസ് ചെയ്ത് പോകാനൊരു താമസം ഉണ്ടാവും, അല്ലേ? അതിന് പറയുന്ന പേരാണ് ശരിക്കും എന്ത്? ഇക്വിലിബ്രിയേഷൻ എന്ന് പറയുന്നത്. ദെൻ ഇതിൻ്റെ ഫൈനൽ വൺ ആണെന്ത്? അഡാപ്റ്റേഷൻ. ആരാണ്? അഡാപ്റ്റേഷൻ
അഡാപ്റ്റേഷൻ എന്ന് പറഞ്ഞാൽ ദി അഡ്ജസ്റ്റ്മെൻറ്റ് ടു ന്യൂ എൻവയോൺമെൻറ്റ് ആണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ പുതിയ എൻവയോൺമെൻറ്റുമായി നമ്മൾ അഡ്ജസ്റ്റ് ആയി അല്ലേ. ഇക്വിലിബ്രേഷനൊക്കെ കഴിഞ്ഞു, ബാലൻസിങ് ഒക്കെ കഴിഞ്ഞു, ഇപ്പോൾ നിലവിലുള്ള സംഗതി സെറ്റാണ്. അതിന് പറയുന്ന പേരാണെന്ത്? അഡാപ്റ്റേഷൻ എന്ന് പറയുന്നത് അല്ലേ. പുതിയ സിറ്റുവേഷനുമായിട്ട് നമ്മൾ എന്ത് ചെയ്യാണ്? അഡ്ജസ്റ്റ് ചെയ്യുകയാണ് അല്ലേ. അപ്പം ഇതൊരു ലൈഫ് ലോങ് പ്രോസസ്സാണ്, കണ്ടിന്യൂസ് ത്രൂ ലൈഫാണ്. ഈ അഡാപ്റ്റേഷനോട് കൂടി ശരിക്കും ഇത് അവസാനിപ്പിക്കണില്ല. ഇത് വീണ്ടും എന്ത് ചെയ്യും? അങ്ങനെ നമ്മുടെ ഈ കാര്യങ്ങൾ അങ്ങനെ മാറി മാറി സ്കീം അപ്ഡേറ്റ് ചെയ്ത് പുതിയ സ്കീം വന്ന് ലൈഫ് ലോങ് എന്ത് ചെയ്യുകയാണ്? പോവാണ്. ഈ 5 കാര്യങ്ങൾ പറയുന്ന പേരാണെന്ത്? കൊഗ്നിറ്റീവ് തിയറി എന്ന് പറയുന്നത്. അപ്പോൾ ആരാണ് കൊഗ്നിറ്റീവ് തിയറി ഫൈൻഡ് ചെയ്തത്? ആരാണ്? ജീൻ പിയാഷെയാണ്. ജീൻ പിയാഷെ ഒരു ജീൻ പിയാഷെ എന്താണ്? ഒരു കൺസ്ട്രക്റ്റീവ്സ് തിയറിസ്റ്റാണ് അല്ലേ. ഏതൊക്കെയായിരുന്നു 5 എണ്ണം കൊഗ്നിറ്റീവ് തിയറിയിൽ? ഒന്ന് സ്കീമയാണ്, സെക്കൻഡ് വൺ അസിമുലേഷനാണ്, അക്കമഡേഷനാണ്, ഇക്വിലിബ്രിയേഷനാണ്, അഡാപ്റ്റേഷനാണ്. അപ്പോൾ എങ്ങനെ വേണമെങ്കിലും ഇതിൽ നിന്ന് ചോദിക്കുക. കൊഗ്നിറ്റീവ് തിയറിയിൽ ഒന്നാമത്തെ ഘട്ടം ഏതാണ്? സ്കീമയാണ്. സ്കീമ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് ചോദിക്കുക. ഏത് രീതിയിലും ക്വസ്റ്റ്യൻ എന്ത് ചെയ്യാം? എക്സ്പെക്റ്റ് ചെയ്യാവുന്നതാണ്. റെഡി. ഇനി നമ്മൾ പറയാൻ പോകുന്നത് ജീൻ പിയാഷെയുടെ തന്നെ സ്റ്റേജസ് ഓഫ് ഡെവലപ്മെൻറ്റിൻ്റെ വ്യത്യസ്ത തലങ്ങൾ അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. ഡെവലപ്മെൻറ്റിൻ്റെ സ്റ്റേജസ് ആര് പറഞ്ഞിട്ടുണ്ട്? ജീൻ പിയാഷെ പറഞ്ഞിട്ടുണ്ട്. അതേതൊക്കെയാണ് നോക്കുന്നത്. അപ്പോൾ നമ്മൾ തൊട്ടുമ്പ് പറഞ്ഞ എന്താണ്? കൊഗ്നിറ്റീവ് തിയറിയാണ് അല്ലേ. കൊഗ്നിറ്റീവ് തിയറിയാണ് നമ്മൾ പറഞ്ഞത്. ഇപ്പോൾ പറയാൻ പോകുന്നത് ഡെവലപ്മെൻറ്റിൻ്റെ സ്റ്റേജസ് ആണ് പറയാൻ പോകുന്നത്. റെഡി. പ്രധാനപ്പെട്ട കാര്യങ്ങളാണ്, നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ഇതൊക്കെ. അപ്പോൾ സ്റ്റേജസ് ഓഫ് ഡെവലപ്മെൻറ്റ് ഒന്നാമത്തതാണ് സെൻസറി മോട്ടോർ സ്റ്റേജാണ്. ഫസ്റ്റ് സ്റ്റേജാണ്. അപ്പോൾ അത് ഒരു കുട്ടി ജനിച്ചത് മുതൽ, അങ്ങനെയാണ് നിങ്ങൾ ഇനി തിയറി പഠിക്കേണ്ടത്. അപ്പോൾ ജീൻ പിയാഷെയുടെ സ്റ്റേജസ് ഓഫ് ഡെവലപ്മെൻ്റ് ആണ് നമ്മൾ പറയുന്നത്. അപ്പോൾ നിങ്ങൾ പഠിക്കേണ്ടത് നിങ്ങളുടെ മൈൻഡിലോട്ടൊരു കുട്ടി വരണം. ഒരു ജനിച്ച കുട്ടി മുതൽ മുകളിലോട്ടാണ് നമ്മൾ പോകാൻ പോകുന്നത്. അപ്പോൾ ഒന്നാമത്തെ സ്റ്റേജ് ഏതാണ്? സെൻസറി മോട്ടോർ സ്റ്റേജാണ്. പേര് തന്നെ അത് ക്ലിയർ ആണ്. സെൻസറി എന്ന് പറഞ്ഞാൽ നമ്മുടെ സെൻസ് ഓർഗൻസ് ആണ്. മോട്ടോർ എന്ന് പറഞ്ഞാൽ മൂവിങ് ആണ് അല്ലേ. മൂവ്മെൻറ്റ് എന്നുള്ള അർത്ഥമാണ്. അപ്പോൾ ഒന്നാമത്തെ സ്റ്റേജ് സെൻസറി മോട്ടോർ സ്റ്റേജാണ്. ഇതാണ് ഫസ്റ്റ് സ്റ്റേജ് അല്ലേ. ഫസ്റ്റ് സ്റ്റേജാണ്. ഈ ഫസ്റ്റ് സ്റ്റേജ് എന്ന് പറയുന്നത് ശരിക്ക് ഒരു ഇൻഫാൻസി സ്റ്റേജാണ്. എന്ന് വെച്ചാൽ എന്താണ്? ശൈശവഘട്ടമാണ് അല്ലേ. ശൈശവകാലമാണ്. ജനിച്ചത് മുതൽ 2 വയസ്സ് വരെയാണ്. അപ്പോൾ സെൻസറി മോട്ടോർ സ്റ്റേജ് എന്ന് പറഞ്ഞാൽ ബർത്ത് ടു 2 years ആണ്. ഇതിനെ ഇൻഫാൻസി സ്റ്റേജ് എന്ന് വിളിക്കുന്നുണ്ട്. ഇത് തന്നെയാണ് ആദ്യത്തെ സ്റ്റേജ്. ഓക്കെ. അപ്പോൾ ഈ സ്റ്റേജിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഇൻഫാൻസ് കൺസ്ട്രക്ട് ആൻഡ് അണ്ടർസ്റ്റാൻഡിങ് ഓഫ് ദി വേൾഡ് ബൈ കോർഡിനേറ്റിംഗ് സെൻസറി എക്സ്പീരിയൻസ് വിത്ത് മോട്ടോർ ആക്ഷൻസ് അല്ലേ. മോട്ടോർ ആക്ഷൻസിലൂടെയാണ് കുട്ടി ലോകത്തിനെ അറിയുന്നത് അല്ലേ. വേൾഡിനെ കുട്ടി എക്സ്പീരിയൻസ് ചെയ്യുന്നത് മോട്ടോർ ആക്ഷൻ അല്ലേ. കുട്ടി കരയുന്ന അല്ലേ. കുട്ടി അല്ലേ, ചെറിയ കുട്ടി വിരൽ വായിലിടുന്നുണ്ട്. അത് ശരിക്കും എന്താണ്? കുട്ടിയുടെ ഒരു മോട്ടോർ എന്ന് വെച്ചാൽ മൂവ്മെൻ്റാണ്. മൂവ്മെൻറ്റിലൂടെയാണ് കുട്ടി പറയുന്നത്. കുട്ടി കരഞ്ഞുകൊണ്ടാണ് കുട്ടിയുടെ കാര്യങ്ങളൊക്കെ എക്സ്പ്രസ് ചെയ്യേണ്ടത്. അപ്പോൾ ഒന്നാമത്തെ സ്റ്റേജ് ഏതാണ്? സെൻസറി മോട്ടോർ സ്റ്റേജാണ്. ഏത് മുതലാണ്? ജനിച്ചത് മുതൽ 2 വയസ്സ് വരെയാണ്. സെക്കൻഡ് സ്റ്റേജാണ് പ്രീ ഓപ്പറേഷണൽ സ്റ്റേജ്. ഇതിനെ ടോഡ്ലർ സ്റ്റേജ് എന്ന് വിളിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഏർലി ചൈൽഡ്ഹുഡ് എന്ന് പറയും. ടോഡ്ലർ സ്റ്റേജ് അല്ലെങ്കിൽ ഏർലി ചൈൽഡ്ഹുഡ്. ഓക്കെ. ടോഡ്ലർ എന്ന് പറഞ്ഞാൽ ശരിക്കും പിച്ച വെക്കുന്ന ഒരു കാലമാണ്. ഏർലി ചൈൽഡ് എന്ന് പറഞ്ഞാൽ ശരിക്കും നമ്മുടെ ആദ്യ ബാല്യമാണ് അല്ലേ. ബാല്യത്തിൻ്റെ തുടക്കമാണ്. അപ്പം പ്രീ ഓപ്പറേഷണൽ സ്റ്റേജ് ശരിക്ക് 2ാമത്തെ സ്റ്റേജാണ്. ഇതിൻ്റെ ഒരു വയസ്സെന്ന് പറയുന്നത് 2 മുതൽ 7 വരെ വയസ്സാണ്. അപ്പോൾ 2 മുതൽ 7 വരെ വയസ്സിനെ പിയാഷെ പ്രീ ഓപ്പറേഷണൽ സ്റ്റേജ് ആക്കിയിട്ടാണ് തരംതിരിച്ചിട്ടുള്ളത്. റെഡി. ഈ സ്റ്റേജിലെ കുട്ടിയുടെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് എക്സിബിറ്റ് ദി എഫക്റ്റ് ഓഫ് ലേൺഡ് ലാംഗ്വേജ് ആണ്. അതുപോലെ തന്നെ സിംബോളിക് റെപ്രസെൻറ്റേഷൻ ആണ്. ഈ സ്റ്റേജ് മുതൽ കുട്ടി ലാംഗ്വേജ് യൂസ് ചെയ്യാൻ, ഭാഷ യൂസ് ചെയ്യാനും അതുപോലെ തന്നെ ചില സിംബലുകൾ, ചിഹ്നങ്ങളൊക്കെ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യും? തുടങ്ങും. അപ്പോൾ സിംബോളിക് റെപ്രസെൻറ്റേഷനും ലാംഗ്വേജൊക്കെ നടക്കുന്നത് ഏത് സ്റ്റേജിലാണ്? അങ്ങനെയൊക്കെ ക്വസ്റ്റ്യൻ വരാം. ഏത് സ്റ്റേജിലാണ്? പ്രീ ഓപ്പറേഷണൽ സ്റ്റേജിലാണ്. ഏത് വയസ്സാണ്? ഏത് കാലഘട്ടമാണ്? 2 മുതൽ 7 വരെ വയസ്സാണ്. റെഡി. ഇനി നമ്മൾ 3ാമത്തെ ഡെവലപ്മെൻറ്റ് സ്റ്റേജിലോട്ട് പോവുകയാണ്. കോൺക്രീറ്റ് ഓപ്പറേഷണൽ സ്റ്റേജ്. ഇവിടെ കോൺക്രീറ്റ് എന്ന് പറയുന്ന ഒരു വാക്ക് വന്നു. ഇതിനായിരുന്നു ഞാൻ കോൺക്രീറ്റ് എന്താണെന്ന് ആദ്യം പഠിപ്പിച്ചത്. കോൺക്രീറ്റ് എന്തായിരുന്നു കുട്ടി എക്സ്പീരിയൻസ് ചെയ്തതെന്നല്ലേ. ഓക്കെ. അപ്പോൾ കോൺക്രീറ്റ് ഓപ്പറേഷണൽ സ്റ്റേജ് എന്ന് പറയുന്നത് ചൈൽഡ്ഹുഡ് മുതൽ ഏർലി അഡോളസൻസ് വരെയാണ് അല്ലേ. ബാല്യം മുതൽ ഏതുവരെയാണ്? ഏർലി അഡോളസൻസ് വരെയാണ്. ഏർലി അഡോളസൻസ് എന്ന് പറഞ്ഞാൽ ഏതാണ് അല്ലേ? കൗമാരത്തിൻ്റെ ഒരു തുടക്കം വരെയുള്ള സമയമാണ്.
ഇത് 7 മുതൽ 11 വയസ്സ് വരെയൊന്നും ചില റെഫറൻസിൽ 7 മുതൽ 12 വയസ്സ് വരെയൊന്നും കാണാറുണ്ട് കേട്ടോ. 7 to 11 എന്നും കാണാറുണ്ട്, 7 to 12 എന്നും കാണാറുണ്ട്. ഓക്കെ, അപ്പം ഈ ഒരു സ്റ്റേജിൽ കുട്ടി മെയിനായിട്ട് നടക്കുന്നത് കുട്ടിക്ക് ക്ലാസിഫൈങ് ചെയ്യാൻ അല്ലേ, ക്ലാസിഫിക്കേഷനുള്ള ഒരു കഴിവുണ്ടാവും, കമ്പൈൻ ചെയ്യാനുള്ള കഴിവുണ്ടാവും, കമ്പാരിസൺ നടത്താനുള്ള കഴിവുണ്ടാവും, റിവേഴ്സിബിലിറ്റിക്കുള്ള കഴിവുണ്ടാവും. റിവേഴ്സിബിലിറ്റി അല്ലേ, ഇപ്പോൾ ഉദാഹരണത്തിന് 10 - 2 = 8 അല്ലേ, 10 - 2 = 8 ആണ്. അതിൽ നിന്ന് കുട്ടിക്ക് എന്ത് കാണാൻ പറ്റണം? 8നോട് 2 കൂട്ടിയാലും 10 കിട്ടുമെന്ന് കാണാൻ പറ്റും. അപ്പോൾ റിവേഴ്സിബിലിറ്റി ഉണ്ട്, ക്ലാസിഫിക്കേഷൻ നടത്താൻ പറ്റണം, കമ്പൈൻ ചെയ്യാൻ പറ്റണം, കമ്പാരിസൺ നടത്താൻ പറ്റണം. ഇതൊക്കെ ഏത് സ്റ്റേജിൽ നടക്കുന്നതാണ്? കോൺക്രീറ്റ് ഓപ്പറേഷണൽ സ്റ്റേജ് ആണ് അല്ലേ. ഏത് വയസ്സ് മുതലാണ്? 7 to 11 ഇയേഴ്സ് ആണ്, അല്ലെങ്കിൽ 7 to 12 ഇയേഴ്സ് ആണ്. ഇനി അടുത്തതാണ് 4ാമത്തെ സ്റ്റേജാണ് ഫോർമൽ ഓപ്പറേഷണൽ സ്റ്റേജ്. ഫോർമൽ ഓപ്പറേഷണൽ സ്റ്റേജ് ആണ്. അപ്പോൾ 4ാമത്തെ സ്റ്റേജ് അഡോളസെൻസ് മുതൽ അഡൾട്ട്ഹുഡ് വരെയാണ്. അഡോളസെൻസ് മുതൽ അഡൾട്ട്ഹുഡ് വരെയാണ് എന്ന് വെച്ചാൽ കൗമാരം മുതൽ നമുക്ക് പക്വതയാവുന്ന കാലഘട്ടം വരെ, 11 വയസ്സ് മുതൽ തുടങ്ങിയിട്ട് മരണം വരെ എന്നാണ്. അല്ലെങ്കിൽ ഞാൻ പറഞ്ഞു 12 വയസ്സ് മുതൽ തുടങ്ങിയിട്ട് മരണം വരെ എന്നാണ്. ഇതാണ് ഫോർമൽ ഓപ്പറേഷണൽ സ്റ്റേജ്. ഈ ഫോർമൽ ഓപ്പറേഷണൽ സ്റ്റേജിനെ അബ്സ്ട്രാക്റ്റ് സ്റ്റേജ് ഒക്കെ എന്ന് പറയാറുണ്ട്. അതിൻ്റെ റീസൺ ഇവിടെ നടക്കുന്നത് അബ്സ്ട്രാക്റ്റ് തിങ്കിങ് ആണ് അല്ലേ. അബ്സ്ട്രാക്റ്റ് തിങ്കിങ് ആണ്. നമ്മൾ നേരത്തെ പറഞ്ഞു അബ്സ്ട്രാക്റ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ ഒന്നുകൂടി ലോജിക്കലി വളരെ ഫാസ്റ്റ് ആയിരിക്കും അല്ലേ. അതാണ് അബ്സ്ട്രാക്റ്റ് തിങ്കിങ്. ഇവിടെ കുട്ടിക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഫോർമുലേറ്റിംഗ് എ പ്രോബ്ലം. ഒരു പ്രോബ്ലം എന്ത് ചെയ്യാൻ പറ്റുന്നുണ്ട്? ഫോർമുലേറ്റ് ചെയ്യാൻ പറ്റും അല്ലേ. ഫോർമുലേറ്റ് ചെയ്യാം, അതിൻ്റെ സൊല്യൂഷൻ കാണാൻ പറ്റും. ഒന്നുകൂടെ സിസ്റ്റമാറ്റിക് ആയിരിക്കും കാര്യങ്ങൾ അല്ലേ. എക്സ്പെരിമെൻറ്റ്സ് ഒക്കെ വളരെ സിസ്റ്റമാറ്റിക് ആയിരിക്കും ചെയ്യുക. ഇവിടെ ഡിഡക്റ്റീവ് റീസണിങ് നടക്കുന്നുണ്ട്, ഇൻഡക്റ്റീവ് റീസണിങ് നടക്കുന്നുണ്ട്, സിസ്റ്റമാറ്റിക് പ്ലാനിങ് നടക്കുന്നുണ്ട്. ഇത്രയും കാര്യങ്ങൾ അവിടെ നടക്കുന്നുണ്ട്, ഫോർമൽ ഓപ്പറേഷണൽ സ്റ്റേജിൽ നടക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ജീൻ പിയാഷെയുടെ ഡെവലപ്മെൻറ്റിൻ്റെ സ്റ്റേജസ് ആണ്. ഫസ്റ്റ് സ്റ്റേജ് ഏതാണ്? സെൻസറി മോട്ടോർ സ്റ്റേജ് ആണ്. ഏത് ഇയർ ആണ്? ജനനം മുതൽ 2 വയസ്സ് വരെയാണ്. സെക്കൻഡ് വൺ പ്രീ ഓപ്പറേഷൻ സ്റ്റേജ് ആണ്, 2 വയസ്സ് മുതൽ 7 വയസ്സ് വരെയാണ്. തേർഡ് വൺ കോൺക്രീറ്റ് ഓപ്പറേഷൻ സ്റ്റേജ് ആണ്, 7 വയസ്സ് മുതൽ 11 വയസ്സ് വരെ അല്ലെങ്കിൽ 12 വയസ്സ് വരെയാണ്. ഫോർമൽ ഓപ്പറേഷൻ സ്റ്റേജ് എവിടെയാണ്? 11 വയസ്സിൽ നിന്നും അല്ലെങ്കിൽ 12 നിന്നും തുടങ്ങിയിട്ട് മരണം വരെയാണ്. ഓക്കെ, അപ്പം ഇതാണ് 4 സ്റ്റേജസ്. ഇനി നമ്മൾ പറയാൻ പോകുന്നത് ഇതിൻ്റെ ഇംപ്ലിക്കേഷൻ എന്താണെന്നാണ്. ഈ പിയാഷെയുടെ തിയറി കൊണ്ടുള്ള എഡ്യൂക്കേഷണൽ ഇംപ്ലിക്കേഷൻ എന്താണെന്നാണ്. അതിൻ്റെ ഇംപ്ലിക്കേഷൻസ് ഒന്ന്, കൊഗ്നിറ്റീവ് ഡെവലപ്മെൻറ്റ് ഈസ് എ കണ്ടിന്യൂസ് പ്രോസസ്സ്. ഇമ്പോർട്ടൻറ്റ് പോയിന്റ് ആട്ടോ. കൊഗ്നിറ്റീവ് ഡെവലപ്മെൻറ്റ് ഒരു സ്റ്റേജിൽ നിൽക്കുന്നില്ല, അത് കണ്ടിന്യൂസ് പ്രോസസ്സ്. നമ്മൾ മരണം വരെ നടക്കുന്നൊരു പ്രോസസ്സാണെന്ത്? കൊഗ്നിറ്റീവ് ഡെവലപ്മെൻറ്റ്. ചൈൽഡ്ഹുഡ് ഈസ് ആക്സെപ്റ്റഡ് ആൻഡ് ഇമ്പോർട്ടൻറ്റ് ഫേസ് ഇൻ ദി ഡെവലപ്മെൻറ്റ് ഓഫ് ലോജിക്കൽ തിങ്കിങ്. ചൈൽഡ്ഹുഡ് എന്ന് പറയുന്നത് ലോജിക്കൽ തിങ്കിങ്ങുമായിട്ട് എന്താണ്? ഡെവലപ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ ലോജിക്കൽ തിങ്കിങ്ങിൽ എന്ത് ചെയ്യുന്നുണ്ട്? ഡെവലപ്മെൻറ്റ് സംഭവിക്കുന്നുണ്ടെന്നാണ്. അതുപോലെ സയൻസ് ആൻഡ് മാത്സ് ബിഗിൻസ് ഇൻ നഴ്സറി സ്കൂൾ വിത്ത് കോൺക്രീറ്റ് എക്സസൈസ്. ആ സയൻസും മാത്സും ഒക്കെ എവിടെ പഠിപ്പിച്ചു തുടങ്ങണം? നഴ്സറി ക്ലാസ് മുതൽ പഠിപ്പിച്ചു തുടങ്ങണം. അതിൻ്റെ കാരണം എന്താണ്? അത് വിത്ത് കോൺക്രീറ്റ് എക്സസൈസ് വെച്ചിട്ടാണ്. കോൺക്രീറ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞു അല്ലേ, മഞ്ചാടിക്കുരുവിൻ്റെ ഉദാഹരണം നിങ്ങൾ കോൺക്രീറ്റ് ഓർക്കുമ്പം മഞ്ചാടിക്കുരുവിൻ്റെ ഉദാഹരണം ഓർത്താൽ മതി അല്ലേ. മഞ്ചാടി വെച്ചിട്ട് എന്ന് വെച്ചാൽ കുട്ടിക്ക് എക്സ്പീരിയൻസ് ചെയ്യുന്ന രീതിയിൽ സയൻസും മാത്സും ഒക്കെ എന്ത് ചെയ്യണം? പഠിപ്പിക്കണമെന്നാണ്. അടുത്തത് എംഫസിസ് ഡിസ്കവറി അപ്രോച്ച് ഇൻ ലേണിംഗ്. എംഫസിസ് ഡിസ്കവറി അപ്രോച്ച് ഇൻ ലേണിംഗ് അല്ലേ. ഡിസ്കവറി ലേണിംഗ് എന്ത് ചെയ്യണം? ഇംപ്ലിക്കേഷൻ ചെയ്യണം. അതുപോലെ തന്നെ കരിക്കുലം ഷുഡ് പ്രൊവൈഡ് സ്പെസിഫിക് എഡ്യൂക്കേഷണൽ എക്സ്പീരിയൻസ് ബേസ്ഡ് ഓൺ ചിൽഡ്രൻസ് ഡെവലപ്മെൻറ്റ് ലെവൽ. കുട്ടിയുടെ ഡെവലപ്മെൻറ്റ് നോക്കിയിട്ട് എന്ത് ചെയ്യണം? കരിക്കുലം പ്രിപ്പയർ ചെയ്യണം. ഇപ്പം 5ാം ക്ലാസ്സിലുള്ള കുട്ടിക്കും 10ാം ക്ലാസ്സിലുള്ള കുട്ടിക്കും ഒരേ കരിക്കുലം പോരാ. അവരുടെ ഏജ് നോക്കിയിട്ട് അവരുടെ സൈക്കോളജിക്കൽ നീഡ്സ് സാറ്റിസ്ഫൈ ചെയ്യുന്ന രീതിയിൽ എന്ത് ചെയ്യണം? കാര്യങ്ങൾ ചെയ്യണമെന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ വളരെ പ്രധാനപ്പെട്ട ഒരു തിയറിയാണ് നമ്മൾ പറഞ്ഞത് ആരെക്കുറിച്ചായിരുന്നു? ജീൻ പിയാഷെയെക്കുറിച്ചായിരുന്നു. ആദ്യം പിയാഷെയുടെ കൊഗ്നിറ്റീവ് തിയറി എന്താണെന്ന് നമ്മൾ പറഞ്ഞു അല്ലേ. അതിൽ വരുന്ന 4 കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു. സ്കീമ പറഞ്ഞു, അസിമിലേഷൻ പറഞ്ഞു, അക്കോമഡേഷൻ പറഞ്ഞു, ഇക്വിബുലേഷൻ പറഞ്ഞു, അഡാപ്റ്റേഷൻ പറഞ്ഞു. അതിനുശേഷം പറഞ്ഞത് എന്താണ്? ഡെവലപ്മെൻറ്റൽ സ്റ്റേജസ് ആണ്. അപ്പം ഇതാണ് കോഗ്നിറ്റീവ് തിയറി. അതുപോലെ തന്നെ നമ്മുടെ ജീൻ പിയാഷെയുടെ ഡെവലപ്മെൻറ്റൽ സ്റ്റേജസും നമ്മൾ പറഞ്ഞു, വളരെ പ്രധാനപ്പെട്ടതാണ്.
ഓക്കെ ഫ്രണ്ട്സ്, ഇനി നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് അടുത്ത ഒരു തിയറിയാണ്, പുതിയൊരു സയൻറ്റിസ്റ്റിനെയാണ്. പിയാഷെ നമ്മൾ കഴിഞ്ഞു അല്ലേ? പിയാഷയുടെ തിയറി എന്ന് പറഞ്ഞ് ഏതായിരുന്നു? കോഗ്നിറ്റീവ് തിയറിയാണ്. അതുപോലെ തന്നെ അദ്ദേഹം ഡെവലപ്മെൻറ്റൽ സ്റ്റേജസ് പറഞ്ഞിട്ടുണ്ട്. ഇനി നമ്മൾ പറയാൻ പോകുന്നത് ജെറോം എസ് ബ്രൂണർ എന്ന് പറയുന്ന സയൻറ്റിസ്റ്റിൻ്റെ ഡിസ്കവറി ലേണിങ്ങിനെ കുറിച്ചാണ്. അപ്പോൾ ഡിസ്കവറി ലേണിംഗ് ആരുടേതാണ്? ജെറോം എസ് ബ്രൂണറാണ് ഡിസ്കവറി ലേണിംഗ്. ഇദ്ദേഹത്തിൻ്റെ ഈ തിയറിയും ഒരു കൺസ്ട്രക്റ്റിവിസ്റ്റ് തിയറിയാണ്. അപ്പോൾ ജീൻ പിയാഷയുടേതും ഒരു കൺസ്ട്രക്റ്റിവിസ്റ്റ് തിയറിയാണ്. ജെറോം എസ് ബ്രൂണറുടേതും എന്താണ്? ഒരു കൺസ്ട്രക്റ്റിവിസ്റ്റ് തിയറിയാണ്. ജെറോം എസ് ബ്രൂണർ ഹാർവാർഡ് യൂണിവേഴ്സിറ്റിയിൽ ഒരു പ്രൊഫസറായിരുന്നു. ജെറോം എസ് ബ്രൂണർ റിയാക്റ്റഡ് അഗെയിൻസ്റ്റ് ബിഹേവിയറിസ്റ്റ് മോഡൽ ഓഫ് ലേണിംഗ്. അദ്ദേഹം ബിഹേവിയറിസ്റ്റ് മോഡലിന് എതിരായിരുന്നു അല്ലേ? നമ്മൾ പറഞ്ഞു അദ്ദേഹം കൺസ്ട്രക്റ്റിവിസ്റ്റ് എന്ന് പറഞ്ഞാൽ അതിന് ക്ലിയർ ആണ്. അദ്ദേഹം ബിഹേവിയറിസ്റ്റ് മോഡലിനെ എതിർത്ത ആളായിരുന്നു. ദെൻ അദ്ദേഹം ഡിസ്കവറി ലേണിങ്ങിനെ പ്രൊമോട്ട് ചെയ്യുന്നു. കുട്ടികൾ കണ്ടെത്തിയിട്ട് പഠിക്കട്ടെ, ഗവേഷണാത്മകമായ പഠനത്തിനെ അദ്ദേഹം പ്രൊമോട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിന് പറയുന്ന പേരാണ് ഇൻക്വയറി ലേണിംഗ് അല്ലേ? ഇൻക്വയറി ലേണിംഗ്, ഗവേഷണാത്മകമായി അല്ലെങ്കിൽ അന്വേഷണാത്മകമായ പഠനത്തെ അദ്ദേഹം ചെയ്തിരുന്നു, പ്രൊമോട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. സ്റ്റുഡൻറ് മസ്റ്റ് ബി ആക്റ്റീവ് റാദർ ദാൻ സിംപ്ലി ആക്സെപ്റ്റിംഗ് ടീച്ചേഴ്സ് എക്സ്പ്ലനേഷൻ. അപ്പോൾ ടീച്ചർ പറയുന്നത് കേട്ടിരിക്കുന്നതിൻ്റെ അപ്പുറത്തോട്ട് കുട്ടികൾ എന്ത് ചെയ്തിരിക്കണം? ആക്റ്റീവ് ആയിരിക്കണം. കുട്ടികൾ ആക്റ്റീവ് ആവണമെങ്കിൽ കുട്ടികൾ എന്ത് ചെയ്യണം? എന്തെങ്കിലും കാര്യങ്ങൾ കണ്ടെത്തിക്കൊണ്ടേയിരിക്കണം എന്നാണ് ആര് പറഞ്ഞത്? ജെറോം എസ് ബ്രൂണർ പറഞ്ഞത്. അദ്ദേഹത്തിൻ്റെ തിയറിയാണെന്ത്? ഡിസ്കവറി ലേണിംഗ്. അപ്പോൾ വേണമെങ്കിൽ ഡിസ്കവറി ലേണിങ്ങിന് ഉദാഹരണമായിട്ട് നമുക്ക് പറയാം കേസ് ബേസ്ഡ് ലേണിംഗ്. കേസ് സ്റ്റഡീസ് ഒക്കെ ഉണ്ടല്ലോ, അതിന് ഉദാഹരണമായിട്ട് പറയാം. അതുപോലെ പ്രോബ്ലം ബേസ്ഡ് ലേണിംഗ് ഉണ്ട്, ഇൻസിഡൻ്റൽ ലേണിംഗ് ഉണ്ട്. ഇപ്പോൾ മാത്തമാറ്റിക്സിലാണെങ്കിൽ ഇപ്പോൾ നമുക്ക് പറയാം, ഇപ്പോൾ ക്ലാസ് റൂമിൻ്റെ അല്ലേ, നമ്മൾ ആ തറയുടെ അളവ് കാണാൻ വേണ്ടി പറയാണ്. കുട്ടികളെല്ലാവരും നീളം അളക്കുന്നു, വീതി അളക്കുന്നു. അതൊക്കെ എന്താണ്? ഡിസ്കവറി ലേണിംഗ് ആണ്. ഡിസ്കവറി ലേണിംഗ് ആണ്. ഇനി നമ്മൾ അടുത്തത് പറയാൻ പോകുന്നത് ഇദ്ദേഹത്തിൻ്റെ തന്നെ ചില സീക്വൻഷ്യൽ സ്റ്റേജസ് ഉണ്ട്. സീക്വൻഷ്യൽ സ്റ്റേജസ് ഉണ്ട് എന്ന് വെച്ചാൽ ലേണിങ്ങിൻ്റെ ചില സ്റ്റേജസ് അദ്ദേഹം പറയുന്നുണ്ട്. സീക്വൻഷ്യൽ സ്റ്റേജസ് ആരുടേതാണ്? ജെറോം എസ് ബ്രൂണറുടേതാണ്. അദ്ദേഹം പറയുന്ന ഒന്നാമത്തെ സ്റ്റേജാണ് ഇനാക്റ്റീവ് സ്റ്റേജാണ്. ഇനാക്റ്റീവ് സ്റ്റേജ് എന്ന് പറഞ്ഞാൽ ആക്ഷൻ ബേസ്ഡ് സ്റ്റേജാണ്. ആക്ഷൻ ബേസ്ഡ് സ്റ്റേജാണ് എന്ന് വെച്ചാൽ ആക്ഷനിലൂടെ എന്ത് ചെയ്യുക? ലേണിംഗ് നടക്കുക അല്ലേ? നമ്മൾ പറഞ്ഞു ആക്ഷനിലൂടെ പഠിക്കുക എന്ന് പറഞ്ഞാൽ മഞ്ചാടിക്കുരു പെറുക്കിയിട്ട് പഠിക്കുക എന്ന് പറഞ്ഞാൽ അത് എന്താണ്? ആക്ഷൻ ബേസ്ഡ് പഠനമാണ്. അതുകൊണ്ട് തന്നെ ഇത് ഏത് സ്റ്റേജാണ്? കോൺക്രീറ്റ് സ്റ്റേജാണ്. കോൺക്രീറ്റ് എന്ന് പറഞ്ഞാൽ മഞ്ചാടി പെറുക്കലാണ്, എക്സ്പീരിയൻസ് ചെയ്ത് പഠിക്കലാണ്. അതാണ് ഏത് സ്റ്റേജിൽ നടക്കുന്നത്? ഇൻആക്റ്റീവ് സ്റ്റേജിൽ നടക്കുന്നത് അല്ലേ? നമ്മൾ പറഞ്ഞു ഡയറക്റ്റ് എക്സ്പീരിയൻസ്. ഈ കോൺക്രീറ്റ് സ്റ്റേജിനെ നിങ്ങൾക്ക് ഈ ഡയറക്റ്റ് എക്സ്പീരിയൻസ് എന്ന് വെച്ച വാക്കിനോട് കമ്പയർ ചെയ്യാം. ഞാൻ പറഞ്ഞു സ്റ്റാർട്ടിങ്ങിലേ അത് പറയാനുള്ള കാരണം അതായിരുന്നു. ദെൻ എന്ന് വെച്ചാൽ കുട്ടി ടച്ച് ചെയ്ത് പഠിക്കുകയാണ്, ഫീൽ ചെയ്യുന്നു, മാനിപ്പുലേറ്റ് ചെയ്യുന്നു. അപ്പോൾ എക്സ്പീരിയൻസ് ചെയ്യുന്ന എല്ലാ രീതിയിലുള്ള പഠനത്തിന് നമുക്ക് എന്ത് പറയാം? ഇൻആക്റ്റീവ് ലേണിംഗ് എന്ന് പറയാം. ആക്ഷൻ ബേസ്ഡ് ആണ്. റെഡി? സെക്കൻഡ് സ്റ്റേജ് ആണ് ഐക്കോണിക് സ്റ്റേജ്. ഐക്കൺ എന്ന് പറഞ്ഞാൽ തന്നെ ക്ലിയർ ആണ്, ഇമേജ് ആണ്. ലൈക്കൺ എന്ന് പറഞ്ഞാൽ അപ്പം ഐക്കോണിക് സ്റ്റേജ് ആണ് സെക്കൻഡ്. അപ്പം എന്ത് ബേസ് ചെയ്തിട്ടായിരിക്കും അത്? പിക്ചോറിക്കൽ സ്റ്റേജ് ആയിരിക്കും അല്ലേ? പിക്ചറുകളെ യൂസ് ചെയ്തിട്ട് പഠിക്കുക. അപ്പോൾ ഉദാഹരണത്തിൽ പറയുകയാണെങ്കിൽ മാത്സിലാണെങ്കിൽ ഷേപ്പുകൾ അല്ലേ, അല്ലെങ്കിൽ ഡയഗ്രങ്ങൾ, അല്ലെങ്കിൽ എന്താണ് ഗ്രാഫുകൾ. അപ്പം ഇതാണെന്ത്? ലേണിങ്ങിൻ്റെ സെക്കൻഡ് ഫേസ് ആയിട്ട് പറയുന്നത്. ദെൻ തേർഡ് വൺ ആരാണ്? സിംബോളിക് സ്റ്റേജ് ആണ്. സിംബോളിക് എന്ന് പറയുന്നത് ലാംഗ്വേജ് ബേസ്ഡ് ആണ്. ലാംഗ്വേജ് അല്ലെങ്കിൽ വേർഡുകൾ യൂസ് ചെയ്യുക, സിമ്പിൾ യൂസ് ചെയ്യുക. ഇതൊക്കെ ശരിക്ക് അബ്സ്ട്രാക്റ്റ് സ്റ്റേജാണ്. ഇതാണ് 3 സ്റ്റേജ് ആകെ ഉള്ളൂ. ഇതാണ് ഫൈനൽ സ്റ്റേജ്. അപ്പോൾ സിംബോളിക് സ്റ്റേജിന് പറയുന്ന പേരാണെന്ത്? അബ്സ്ട്രാക്റ്റ് സ്റ്റേജ് എന്ന് പറയുന്നത്. അപ്പോൾ ലാംഗ്വേജ് സിമ്പിൾസിൻ്റെ ബേസ് ആയിട്ടുള്ള പഠനങ്ങളൊക്കെ നടക്കുന്നത് ഈ തേർഡ് സ്റ്റേജിലാണ്. അപ്പോൾ നമ്മൾ പറഞ്ഞത് ആരെക്കുറിച്ചായിരുന്നു? ജെറോം എസ് ബ്രൂണറെ കുറിച്ചായിരുന്നു. അദ്ദേഹത്തിൻ്റെ തിയറിയുടെ പേരാണെന്ത്? ഡിസ്കവറി ലേണിംഗ് എന്ന് പറയുന്നത്. ദെൻ അദ്ദേഹം 3 സീക്വൻഷ്യൽ എന്ന് പറഞ്ഞാൽ
ചെറുതിൽ നിന്നില്ല, ആ ഒരു ഓർഡറിലുള്ള സ്റ്റേജസ് ആണ് പറയണത്. സീക്വൻഷ്യൽ സ്റ്റേജസ് പറഞ്ഞ ഒന്നാമത്തെ സ്റ്റേജ് ഇനാക്റ്റീവ് ആണ്. ഇനാക്റ്റീവ് എന്ന് പറഞ്ഞാൽ ആക്ഷനിലൂടെ പഠിക്കുന്നതാണ് ഇനാക്റ്റീവ് സ്റ്റേജ്. അടുത്ത ഐക്കോണിക് ആണ്. ഐക്കോണിക് എന്ന് പറഞ്ഞാൽ ഇമേജസ്, ഫോർ എക്സാമ്പിൾ ഡയഗ്രാം, ഷേപ്പ്, ഗ്രാഫിലൂടെ ഒക്കെ പഠിക്കുന്നു. തേർഡ് വൺ എന്താണ്? സിംബോളിക് ആണ്. സിംബോളിക് എന്ന് പറഞ്ഞാൽ എന്താണ്? ലാംഗ്വേജ് ബേസ്ഡ് ആണ് അല്ലേ, അല്ലെങ്കിൽ നമുക്ക് പറയാം ഇതൊരു അബ്സ്ട്രാക്റ്റ് സ്റ്റേജ് ആണ്. അപ്പം ഈ 3 സ്റ്റേജുകളാണ് ഏതിൽ നമുക്ക് പഠിക്കാനുള്ളത്? ജെറോം എസ് ബ്രൂണർത് പഠിക്കാനുള്ളത്. അപ്പോൾ പറഞ്ഞ കാര്യങ്ങൾ ക്ലിയർ ആണെന്ന് വിചാരിക്കും.